Hi all, +2 Zoology Human Health and Disease എന്ന chapter ആണ് ഇന്നത്തെ class. And what is the meaning of health? It is a state of complete physical, mental and social well-being. Physically, mentally and socially fit ആയിരിക്കുന്ന ഒരു condition ആണ് health. Physically fit ആയിരിക്കണം, mentally, emotion wise fit ആയിരിക്കണം, socially well behaving ആയിരിക്കണം, that is social fitness. അങ്ങനെയാണെങ്കിൽ we call a person as healthy. And disease means it is the malfunctioning of the body. നമ്മുടെ ബോഡിയുടെ ഫങ്ഷനിങ് പ്രോപ്പർ അല്ലാത്ത സമയത്ത് ഡിസീസസ് വരും. ഓക്കെ, ഇറ്റ് ഈസ് ദ malfunctioning of the body. And there are different categories of diseases: infectious diseases, non-infectious diseases, etc. Infectious means they are transmitted from infected person to healthy person. These diseases are caused by pathogens. Example, AIDS. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ആണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഇൻഫെക്ഷ്യസ് ഡിസീസസ് കോസ് ചെയ്യുന്നത് പാത്തോജൻസ് ആണ്. പാത്തോജൻസ് മീൻസ് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ്. ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്, ദേ ആർ നോട്ട് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദേ ഒക്യൂർ ഡ്യൂ ടു ജനറ്റിക് ഡിസോർഡർ, ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ, എക്സെട്ര. എക്സാമ്പിൾ, ക്യാൻസർ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാത്ത ഡിസീസാണ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇതിന് റീസൺ എന്താണ്? ഒന്നെങ്കിൽ ജനറ്റിക് ഡിസോർഡർ ആണ്, ദാറ്റ് മീൻസ് ജീൻസിൽ വരുന്ന ചേഞ്ചസ്, ജനിക്കുന്ന സമയത്തെ തൊട്ടുള്ള ഡിസോർഡർ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കാരണം, ചേഞ്ച്ഡ് ലൈഫ് സ്റ്റൈൽ കാരണം വരുന്ന ഡിസീസസ്. ഇതൊന്നും പകരുന്ന ഡിസീസ് അല്ല, ദേ ആർ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ക്യാൻസർ ഈസ് വൺ എക്സാമ്പിൾ. ആൻഡ് ദെൻ ഹൗ ടു പ്രിവെൻറ്റ് ദ ഡിസീസസ്. ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഒക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും? ഫോർ വാട്ടർ ബോൺ ഡിസീസസ്. വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ പകരുന്ന ഡിസീസസ്. വെള്ളത്തിലൂടെ പകരുന്ന ഡിസീസസ് ഒക്കെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും? പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എക്സ്ക്രീറ്റ, പീരിയോഡിക് ക്ലീനിങ് ഓഫ് വാട്ടർ റിസർവോയേഴ്സ്, പൂൾസ് ആൻഡ് ടാങ്ക്സ്, കീപ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഓഫ് ഹൈജീൻ ഇൻ പബ്ലിക് കാറ്ററിംഗ്. വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ പ്രോപ്പറായ പ്ലേസിൽ ഡിസ്പോസ് ചെയ്യണം. പബ്ലിക് പ്ലേസസിൽ വേസ്റ്റ് കൊണ്ടിടാൻ പാടില്ല. അതേപോലെ വാട്ടർ റിസർവോയേഴ്സ് ഒക്കെയും പീരിയോഡിക്കലി ക്ലീൻ ചെയ്യണം. ഇതൊക്കെയും ജനറൽ സെക്ഷനാണ്, നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. ആൻഡ് ഹൗ ടു കൺട്രോൾ എയർ ബോൺ ഡിസീസസ്. എയർ ബോൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എയറിലൂടെ പകരുന്ന ഡിസീസസ്. അവോയ്ഡ് കോൺടാക്ട് വിത്ത് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ ദെയർ ബിലോങ്ങിങ്സ്. ഇൻഫെക്റ്റഡ് ആയ ഒരാളുമായിട്ടുള്ള ക്ലോസ് കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യുക. അയാൾ യൂസ് ചെയ്ത ഒബ്ജക്റ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ആൻഡ് ഫോർ വെക്റ്റർ ബോൺ ഡിസീസസ്. വെക്റ്റർ ബോൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ വെക്റ്ററിലൂടെ പകരുന്ന ഡിസീസ്. വെക്റ്റർ മീൻസ് മോസ്കിറ്റോ ആൻഡ് അതർ ഓർഗാനിസംസ്, അതർ ആനിമൽസ്. എലിമിനേറ്റ് ദെയർ ബ്രീഡിംഗ് പ്ലേസസ്. Avoid stagnation of water, use mosquito net, introduce Gambusia in ponds, spraying of insecticides in drainage. വെക്ടേഴ്സിൻ്റെ ബ്രീഡിംഗ് പ്ലേസ് ഒക്കെയും എലിമിനേറ്റ് ചെയ്യണം. സ്റ്റാഗ്നൻറ്റ് വാട്ടറിലൊക്കെ കൊതുകുകൾ മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. സോ സ്റ്റാഗ്നൻറ്റ് വാട്ടർ മീൻസ് കെട്ടിക്കിടക്കുന്ന വെള്ളം, അതൊക്കെയും ഒഴിവാക്കണം. മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യാം. ഗാംബൂസിയ പോലുള്ള ഫിഷ് യൂസ് ചെയ്യാം. മോസ്കിറ്റോ ലാർവേനെ തിന്ന് നശിപ്പിക്കുന്നതാണ് ഗാംബൂസിയ. ആൻഡ് ഡ്രെയിനേജിലൊക്കെ ഇൻസെക്ടിസൈഡ്സ് സ്പ്രേ ചെയ്യാം. And next topic is lymphoid organs. These are the organs where origin, maturation and proliferation of lymphocytes occur. Human beings in the immune system ഉൾപ്പെടുന്ന ഓർഗൻസ് ആണ് lymphoid organs. ലിംഫോസൈറ്റ് ഫോം ചെയ്യുന്നതും ലിംഫോസൈറ്റിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നതും lymphoid organsൽ വെച്ചാണ്. So lymphoid organs helps in origin, maturation and proliferation of lymphocytes. രണ്ട് ടൈപ്പ് ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. ഫസ്റ്റ് വൺ, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. സൈറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇമ്മച്വർ ലിംഫോസൈറ്റ് ടു ആൻറ്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റ്. ഇമ്മച്വർ ലിംഫോസൈറ്റിനെ, ഇമ്മച്വർ ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ മെച്വർ ആവാത്ത ലിംഫോസൈറ്റ്, പാകമാകാത്ത ലിംഫോസൈറ്റ്. ഓക്കെ, ഇതിനെ ആൻറ്റിജൻ സെൻസിറ്റീവ് ആക്കി മാറ്റുന്നത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആണ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചാണ് പാകമാകാത്ത ലിംഫോസൈറ്റ് ആൻറ്റിജനോട് പ്രതികരിക്കുന്ന മെച്ചുറായ ലിംഫോസൈറ്റായി മാറുന്നത്. ഓക്കെ, ആൻറ്റിജൻ മീൻസ് ജേംസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതൊക്കെയും ആൻറ്റിജൻസ് ആണ്. സോ ഇമ്മെച്ചുറായ ലിംഫോസൈറ്റ് ആൻറ്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റായി മാറുന്നത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചാണ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് ബോൺ മാരോ ആൻഡ് തൈമസ്. ബോൺ മാരോ പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ലിംഫോസൈറ്റ്സ്. ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോയിൽ വെച്ചാണ്. ലിംഫോസൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതും ബോൺ മാരോയിൽ വെച്ചാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, തൈമസ്. ഇറ്റ് ഈസ് എ ലോബ്ഡ് ഓർഗൻ ലൊക്കേറ്റഡ് നിയർ ദ ഹാർട്ട് ആൻഡ് ബിനീത്ത് ദ ബ്രസ്റ്റ് ബോൺ. ഹാർട്ടിൻ്റെ അടുത്ത് ബ്രസ്റ്റ് ബോണിൻ്റെ താഴെയായി കാണുന്ന
പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ് തൈമസ്. ഓക്കെ, ഇറ്റ് ഈസ് ലാർജ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ബട്ട് റെഡ്യൂസസ് ഇൻ സൈസ് വിത്ത് ഏജ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് തൈമസ് വലുതായിരിക്കും, പക്ഷേ പ്രായമാകുന്നതിനനുസരിച്ച് തൈമസിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് വരും. സോ ഇമ്മേച്വർ ലിംഫോസൈറ്റ് ആൻറ്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റായി മാറുന്നത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചാണ്. ആൻഡ് ബോൺ മാരോ ആൻഡ് തൈമസ് ദേ ആർ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. നെക്സ്റ്റ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ, സൈറ്റ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ ഓഫ് ലിംഫോസൈറ്റ് വിത്ത് ദ ആൻറ്റിജൻ. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ഇവിടെ വെച്ചാണ് ലിംഫോസൈറ്റ് ആൻറ്റിജനുമായി റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനിൽ വെച്ചാണ്, ദാറ്റ് ഈസ് പ്രൈമറി ലിംഫോയിഡ് ഓർഗനിൽ വെച്ച് ലിംഫോസൈറ്റ്സ് മെച്ചുർ ആകുന്നു, ആൻറ്റിജനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകുന്നു. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനിൽ വെച്ചാണ് ലിംഫോസൈറ്റ് ആൻറ്റിജനുമായി റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻറ്റിജനുമായി ഫൈറ്റ് ചെയ്യുന്നത്. സ്പ്ലീൻ ഈസ് എ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ, ലാർജ് ബീൻ ഷേപ്പ്ഡ് ഓർഗൻ. ഇറ്റ് കണ്ടെയ്ൻ ലിംഫോസൈറ്റ്സ് ആൻഡ് ഫാഗോസൈറ്റ്സ്. പയറുവിത്തിൻ്റെ ആകൃതിയിലുള്ള ലിംഫോയിഡ് ഓർഗനാണ് സ്പ്ലീൻ. സ്പ്ലീനിൽ എന്തൊക്കെ കാണാം? ലിംഫോസൈറ്റ്സ് കാണാം, ഫാഗോസൈറ്റ്സ് കാണാം. ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ഫിൽറ്റർ ഓഫ് ദ ബ്ലഡ് ബൈ ട്രാപ്പിംഗ് ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസംസ്. സ്പ്ലീൻ ഓൾസോ ഹാസ് എ ലാർജ് റിസർവോയർ ഓഫ് എറിത്രോസൈറ്റ്സ്. ബ്ലഡിലൂടെ വരുന്ന മൈക്രോ ഓർഗാനിസംസിനെ വേർതിരിച്ച് നശിപ്പിക്കുന്ന ഒരു ഫിൽറ്ററായി, അരിപ്പയായി സ്പ്ലീന് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എറിത്രോസൈറ്റ്സ് ഓർ RBCയുടെ റിസർവോയർ ആണ് സ്പ്ലീൻ. ദാറ്റ് ഈസ് സ്പ്ലീനിൽ ഒരുപാട് RBCs ഓർ എറിത്രോസൈറ്റ്സ് കാണുന്നുണ്ട്. സോ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആണ് സ്പ്ലീന്. സ്പ്ലീനിൽ ലിംഫോസൈറ്റ്സ് കാണാം, ഫാഗോസൈറ്റ് കാണാം. മൈക്രോ ഓർഗാനിസംസിനെ ട്രാപ്പ് ചെയ്യുന്ന ഫിൽറ്ററാണ് സ്പ്ലീൻ. അതേപോലെ എറിത്രോസൈറ്റ്സിൻ്റെ റിസർവോയർ ആണ് സ്പ്ലീൻ. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ഈസ് ലിംഫിനോഡ്. ദേ ആർ സ്മോൾ സോളിഡ് സ്ട്രക്ചേഴ്സ് ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് എലോങ് ദ ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന മുഴകളാണ് ലിംഫിനോഡ്സ്. ദേ ട്രാപ്പ് ദ മൈക്രോ ഓർഗാനിസംസ് ഓർ അതർ ആൻറ്റിജൻസ്. മൈക്രോ ഓർഗാനിസംസിനെയും മറ്റുള്ള ആൻറ്റിജൻസിനെയും ട്രാപ്പ് ചെയ്യുന്നത് ലിംഫിനോഡ്സ് ആണ്. ആൻഡ് അതർ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആർ ടോൺസിൽസ്, പെയേഴ്സ് പാച്ചസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് അപ്പൻഡിക്സ്. സോ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനിൽ വെച്ചാണ് ലിംഫോസൈറ്റ് ആൻറ്റിജനുമായി റിയാക്ട് ചെയ്യുന്നത്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് സ്പ്ലീൻ, lymphnode, tonsils, Peyer's patches of small intestine and appendix. Next one, MALT, mucosal associated lymphoid tissue. Expand ചെയ്യാൻ വേണ്ടി എക്സാമിന് ചോദിക്കാറുണ്ട്. mucosal associated lymphoid tissue or MALT. They are located within the lining of the major tracts, respiratory, digestive and urogenital tract. നമ്മുടെ ബോഡിയിലെ റെസ്പിറേറ്ററി ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, യൂറോജെനിറ്റൽ ട്രാക്ട് ഇതിൻ്റെ ഒക്കെ അകത്ത് കാണുന്ന ലിംഫോയിഡ് ടിഷ്യൂ ആണ് മാൾട്ട്. ഓക്കെ, ദേ ആർ സീൻ ഇൻസൈഡ് റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ് ആൻഡ് യൂറോജെനിറ്റൽ ട്രാക്ട്. ആൻഡ് ഹിയർ യു ഹാവ് ടു സ്റ്റഡി പ്രൈമറി ആൻഡ് സെക്കൻഡറി റെസ്പോൺസ്. പ്രൈമറി റെസ്പോൺസ് മീൻസ് when our body encounters a pathogen for the first time, it produces a response called a primary response. It has low intensity. ഒരു പാത്തോജൻ ഓർ ആൻറ്റിജൻ ഓർ ജേം നമ്മുടെ ബോഡിയിൽ എത്തിയാൽ അല്ലെങ്കിൽ എത്താൻ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യും അല്ലേ. ആ ഒരു റെസ്പോൺസാണ് പ്രൈമറി റെസ്പോൺസ്. പ്രൈമറി റെസ്പോൺസ് വീക്കാണ്, കാരണം നമ്മുടെ ബോഡി ഈ ഒരു പാത്തോജനുമായി ആദ്യമായാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൈമറി റെസ്പോൺസ് വീക്കായിരിക്കും. സോ ഒരു പാത്തോജന് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താൽ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യും. ആ ഒരു റെസ്പോൺസാണ് പ്രൈമറി റെസ്പോൺസ്. Secondary response means when our body encounters a pathogen for the second time, memory cells are activated and it produces a response called a secondary response. It has high intensity. ഇനി ഇതേ പാത്തജൻ പിന്നീട് സെക്കൻഡ് ടൈം നമ്മുടെ ബോഡിയിലേക്ക് എത്തിയാൽ അന്നേരം കാണിക്കുന്ന റെസ്പോൺസ് ആണ് സെക്കൻഡറി റെസ്പോൺസ്. സെക്കൻഡറി റെസ്പോൺസ് സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഓൾറെഡി ഈ പാത്തജന് പരിചയമുണ്ട്. സോ അതിനെതിരെ ഉണ്ടാകുന്ന സെക്കൻഡറി റെസ്പോൺസ് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ ബോഡിക്ക് പാത്തോജനുമായുള്ള മുമ്പ് നടന്ന ഫൈറ്റ് ഓർത്തെടുക്കാനുള്ള കഴിവുണ്ട്. അതാണ് സെക്കൻഡറി റെസ്പോൺസ്. സോ സെക്കൻഡറി റെസ്പോൺസ് ഇസ് ബേസ്ഡ് ഓൺ മെമ്മറി. ഒരു പാത്തോജൻ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്താൽ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യും. അതാണ് പ്രൈമറി റെസ്പോൺസ്. ഈ ഒരു മെമ്മറി ബോഡി സൂക്ഷിച്ചു വെക്കും. ഇതേ പാത്തോജൻ സെക്കൻഡ് ടൈം എൻറ്റർ ചെയ്താൽ നമ്മുടെ ബോഡി കാണിക്കുന്നതാണ് സെക്കൻഡറി റെസ്പോൺസ്. പ്രൈമറി റെസ്പോൺസ് വീക്ക് ആയിരിക്കും, പക്ഷേ സെക്കൻഡറി റെസ്പോൺസ് സ്ട്രോങ് ആയിരിക്കും. ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. ബി ലിംഫോസൈറ്റ് they produce antibodies to fight against antigens.
T lymphocyte, they do not produce antibody but help B cells to produce them. ബ്ലഡിൽ കാണുന്ന രണ്ട് WBC ആണ് ബി ലിംഫോസൈറ്റ് ആൻഡ് ടി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റിൻ്റെയും ടി ലിംഫോസൈറ്റിൻ്റെയും ഹെൽപ്പോട് കൂടിയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി റെസ്പോൺസ് നടക്കുന്നത്. ഒരു പാത്തജന് വന്നാൽ ബി ലിംഫോസൈറ്റ്സ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റിബോഡീസ് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും. എന്നാൽ ടി ലിംഫോസൈറ്റ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ ബി ലിംഫോസൈറ്റ്സിന് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ടി ലിംഫോസൈറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബി ലിംഫോസൈറ്റ്സ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും, ആൻറ്റിബോഡീസ് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും. ടി ലിംഫോസൈറ്റ്സ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യില്ല, പക്ഷേ ബി ലിംഫോസൈറ്റ്സിന് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്, ഇമ്മ്യൂൺ റെസ്പോൺസ്. So there are two types of immune response, humoral or antibody mediated immune response or antibody mediated immunity AMI, and second one cell mediated immunity CMI. രണ്ട് type immune response ഉണ്ട്. First one, humoral or antibody mediated immunity. It is mediated by antibodies. Antibodies are produced by B lymphocytes. B lymphocytes antibodies produce ചെയ്യും, antibodies germsനെ destroy ചെയ്യും. ഈ ഒരു റെസ്പോൺസിനെയാണ് ഹ്യൂമറൽ റെസ്പോൺസ് ഓർ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് ഈ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് നടക്കുന്നത് ആൻറ്റിബോഡീസിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി ലിംഫോസൈറ്റ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഓർ CMI. ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ T lymphocytes. ഇറ്റ് ഹെൽപ്സ് B cells ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. ഓക്കെ, T lymphocytes ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യില്ല, പക്ഷേ B lymphocytesന് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ഒരു റെസ്പോൺസ് ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഓർ CMI. ദിസ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രാഫ്റ്റ് ഓർ ട്രാൻസ്പ്ലാന്റഡ് ഓർഗൻ റിജക്ഷൻ. സോ തൻ്റേതല്ലാത്ത ഓർഗനെ വേർതിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. സോ ഓർഗൻ റിസീവ് ചെയ്താൽ അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നമ്മുടെ ബോഡി കാണിക്കും. ഇതിന് കാരണം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അലർജി. നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് അലർജി ഓർ അലർജിക് റിയാക്ഷൻസ് അല്ലേ. എന്താണ് അലർജി? ഇറ്റ് ഈസ് ആൻ ഓവർ റിയാക്ഷൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു സർട്ടൻ ആൻറ്റിജൻസ് പ്രസൻറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൽ കാണുന്ന ചില ആൻറ്റിജൻസിനോട് നമ്മുടെ ബോഡി ഓവറായി റിയാക്ട് ചെയ്യുന്നതാണ് അലർജി. അതാണ് അലർജിക്ക് കാരണം. ഓക്കെ, അലർജൻസ് മീൻസ് സബ്സ്റ്റൻസസ് ദാറ്റ് കോസ് അലർജി. അലർജി ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസസിനെയാണ് അലർജൻസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഡസ്റ്റ്, പോളൻ എക്സെട്ര. നോർമലി ഒരാളുടെ ബോഡിയിലേക്ക് പാത്തജൻസ് എൻറ്റർ ചെയ്താലാണ് ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുക. പക്ഷെ ഒരാൾ അലർജിക് ആണെങ്കിൽ പാത്തജൻസ് തന്നെ എൻറ്റർ ചെയ്യണമെന്നില്ല. ഡസ്റ്റ് പാർട്ടിക്കിൾസ് എൻറ്റർ ചെയ്താൽ പോലും അയാളുടെ ബോഡി റെസ്പോണ്ട് ചെയ്യും. അതാണ് അലർജിക്ക് കാരണം. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് ഓവർ റിയാക്ഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഓവർ റിയാക്ഷനാണ് അലർജി. ആൻഡ് ആൻറ്റിബോഡി എഗൻസ്റ്റ് അലർജൻസ്. സോ അലർജൻസ് എന്ന് പറഞ്ഞാൽ അലർജി കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്. അലർജി കോസ് ചെയ്യുന്ന അലർജൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്താൽ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്താണ്. ഏത് ആൻറ്റിബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? IgE ടൈപ്പ് ആൻറ്റിബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. റീസൺ ഫോർ അലർജി ഡ്യൂ ടു ദ റിലീസ് ഓഫ് ഹിസ്റ്റമൈൻ, സെറോട്ടോണിൻ ഫ്രം മാസ്റ്റ് സെൽസ്. മാസ്റ്റ് സെൽസിൽ നിന്നും ഹിസ്റ്റമൈൻ, സെറോട്ടോണിൻ പോലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യുന്നതാണ് അലർജിക് റിയാക്ഷന് കാരണം. സിംറ്റംസ്: സ്നീസിങ്, വാട്ടറി ഐസ്, റണ്ണിങ് നോസ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ഇതൊക്കെയാണ് സിംറ്റംസ്. തുമ്മലുണ്ടാകും, കണ്ണ് നിറയും അല്ലേ, മൂക്കൊലിപ്പ്, ശ്വാസതടസ്സം, ഇതൊക്കെയാണ് സിംറ്റംസ്. ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആൻറ്റിഹിസ്റ്റമൈൻ, അഡ്രീനാലിൻ, സ്റ്റിറോയിഡ്സ്. ഇതൊക്കെ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ആൻറ്റിഹിസ്റ്റമൈൻ, അഡ്രീനാലിൻ, സ്റ്റിറോയിഡ്സ് എക്സെട്ര. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ സെൻസിറ്റിവിറ്റി ടു അലർജൻസ്? മോഡേൺ ഡേ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്. മോഡേൺ ലൈഫ് സ്റ്റൈൽ കാരണമാണ് അലർജിക് റിയാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ കുട്ടികളെ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിൽ വളർത്തുന്നതും അലർജിക്ക് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ്, ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് എൻ അബ്നോർമൽ റെസ്പോൺസ് ബൈ വിച്ച് ബോഡി അറ്റാക്സ് സെൽഫ് സെൽസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ജനറ്റിക് ആൻഡ് അതർ അൺനോൺ റീസൺസ്. എക്സാമ്പിൾ റിമറ്റോയിഡ് ആർത്രൈറ്റിസ്. സ്വന്തം സെൽസിന്, സ്വന്തം ഓർഗൻസിന് നമ്മുടെ തന്നെ ബോഡി ആക്രമിക്കുന്നതാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. അതായത് ഒരാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അയാളുടെ ബോഡിയിലുള്ള സെൽസിനെ തന്നെ അറ്റാക്ക് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിന് റീസൺ എന്താണ്? ജനറ്റിക് റീസൺ ആണ്, അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വരാം. അതിനൊരു എക്സാമ്പിളാണ് റിമറ്റോയിഡ് ആർത്രൈറ്റിസ്. സോ റിമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സന്ധിവാതമാണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മെമ്മറി പവർ ഉണ്ട്.
ഈ ഒരു പ്രോപ്പർട്ടിയാണ് വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ. ഓക്കെ, ഫസ്റ്റ് വൺ വാക്സിനേഷൻ. വാക്സിൻ ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ ഓഫ് ഇനാക്ടിവേറ്റഡ് ഓർ വീക്കെൻഡ് പാത്തജൻ. ഇനാക്ടിവേറ്റ് ആയ അല്ലെങ്കിൽ വീക്കെൻഡ് ആയ പാത്തജൻ യൂസ് ചെയ്താണ് വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു പാത്തജനെ ഇനാക്റ്റീവ് ആക്കിയാൽ അതിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി നഷ്ടപ്പെടും. So vaccine means it is the preparation of inactivated or weakened pathogen. And what is vaccination? Vaccine is introduced into the body. As a result, body produces antibodies. These antibodies will attack the pathogen during actual infection. Vaccine next human beings inject ചെയ്യും. വാക്സിൻ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്. സോ വാക്സിൻ ഇഞ്ചെക്ട് ചെയ്താൽ ബോഡി റെസ്പോണ്ട് ചെയ്യും. ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെടും. പിന്നീട് യഥാർത്ഥ പാത്തജന് വരുന്ന സമയത്ത് ആൻറ്റിബോഡീസ് പാത്തജനെ ഡിസ്ട്രോയ് ചെയ്യും. എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഈസ്റ്റ് ബൈ RDNA ടെക്നോളജി, ദാറ്റ് ഈസ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്റ്റിൽ നിന്നാണ്. RDNA ടെക്നോളജി യൂസ് ചെയ്താണ് ഈസ്റ്റിൽ നിന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വാക്സിൻ ഇഞ്ചെക്ട് ചെയ്താൽ നമ്മുടെ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നീട് ആക്ച്വൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഈ ആൻറ്റിബോഡീസ് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇമ്മ്യൂണൈസേഷൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ പേഴ്സൺ ഈസ് മെയ്ഡ് റെസിസ്റ്റൻറ്റ് ടു ഡിസീസസ് ബൈ ഗിവിംഗ് വാക്സിൻ. വാക്സിൻ എടുക്കുന്നത് വഴി ഒരാൾ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയി മാറും. ദാറ്റ് ഈസ് ഒരാൾ ഇമ്മ്യൂണൈസ്ഡ് ആയി മാറും. ആൻഡ് ദിസ് ഈസ് ഇമ്മ്യൂണൈസേഷൻ. ദർ ആർ 2 types of immunization, active immunization and passive immunization. Active immunization means by injecting vaccine. വാക്സിൻ ഇഞ്ചെക്ട് ചെയ്താൽ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റിബോഡീസ് ജേംസിനെ അല്ലെങ്കിൽ പാത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇതാണ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. പാസീവ് ഇമ്മ്യൂണൈസേഷൻ ബൈ ഇഞ്ചെക്ടിങ് പ്രീ ഫോംഡ് ആൻറ്റിബോഡീസ് ഓർ ആൻറ്റിടോക്സിൻസ്. പക്ഷേ ടെറ്റനസ് പോലുള്ള ഹാംഫുള്ളായ പാത്തോജൻ നമ്മുടെ ബോഡിയിലെത്തുന്ന സമയത്ത് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യേണ്ടതായി വരും. ഈ ഒരു കേസിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ആൻറ്റിബോഡീസ് ഇഞ്ചെക്ട് ചെയ്യും. പ്രീ ഫോംഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഇഞ്ചെക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പാത്തജൻ്റെ ടോക്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിടോക്സിൻസ് ഇഞ്ചെക്ട് ചെയ്യും. ഇതാണ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനിൽ നമ്മുടെ ബോഡിയാണ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക വാക്സിനേഷന് ശേഷം. പക്ഷേ പാസീവ് ഇമ്മ്യൂണൈസേഷനിൽ പ്രീ ഫോംഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഡയറക്റ്റായി ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. പാസീവ് ഇമ്മ്യൂണൈസേഷൻ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ടെറ്റനസ്, സ്നേക്ക് ബൈറ്റ് എക്സെട്ര. പാമ്പ് കടിയേറ്റാൽ പാമ്പിൻ്റെ വിഷത്തിനെതിരെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ആൻറ്റിബോഡീസ് ആണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഡ്രഗ്സ്. ഡ്രഗ് ഈസ് എ കെമിക്കൽ വിച്ച് ഈസ് യൂഷ്വലി ടേക്കൺ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സം മെൻറ്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ, ഇൻസോംനിയ എക്സെട്ര. ഓക്കെ, ചില ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ഡ്രഗ്സ്. When drugs are taken for purposes other than medicinal or taken in amounts or frequencies that impair physical, physiological or psychological function, it is called drug abuse. So ചില ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ഡ്രഗ്സ്. പക്ഷേ ഡിസീസസിന് അല്ലാതെ ഡ്രഗ്സ് യൂസ് ചെയ്താൽ അത് അബ്യൂസായി മാറും. ഓക്കെ, കൂടുതൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്താലും ഡിസീസസിന് അല്ലാതെ യൂസ് ചെയ്താലും അത് ഡ്രഗ് അബ്യൂസായി മാറും. 3 കാറ്റഗറീസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ് ആൻഡ് കോക്ക ആൽക്കലോയിഡ്സ്. അതിൽ ഫസ്റ്റ് വൺ ഒപ്പിയോയിഡ്സ്. പ്ലാന്റ് പോപ്പി പ്ലാന്റ് പെപ്പാവർ സോംനിഫെറം. പെപ്പാവർ സോംനിഫെറം എന്ന പോപ്പി പ്ലാന്റിൽ നിന്നാണ് ഒപ്പിയോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഹെറോയിൻ ഓർ സ്മാക്ക്. ഇറ്റ് ഈസ് കെമിക്കലി ഡൈഅസറ്റൈൽ മോർഫൈൻ. ഇറ്റ് ഈസ് എ വൈറ്റ് ഓർഡർലെസ് ബിറ്റർ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ അസറ്റൈലേഷൻ ഓഫ് മോർഫിൻ. മോർഫിൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലാക്ടെക്സ് ഓഫ് പെപ്പാവർ സോംനിഫെറം പ്ലാന്റ്. സോ ഒപ്പിയോയിഡ്സിന് ഒരു എക്സാമ്പിളാണ് ഹെറോയിൻ. ഹെറോയിനെ സ്മാക്ക് എന്നുകൂടി പറയും. ഓക്കെ, ഇതിൻ്റെ കെമിക്കൽ നെയിമാണ് ഡൈഅസറ്റൈൽ മോർഫിൻ. വൈറ്റ് കളറിലുള്ള സ്മെല്ലില്ലാത്ത കൈപ്പേറിയ ക്രിസ്റ്റൽസ് ആണ് ഹെറോയിൻ. പെപ്പാവർ സോംനിഫെറം പ്ലാന്റിൻ്റെ ലാറ്റക്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലാണ് മോർഫിൻ. മോർഫിനെ അസറ്റൈലേഷൻ നടത്തിയാണ് ഹെറോയിൻ ഓർ സ്മാക്ക് നിർമ്മിക്കുന്നത്. ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്. മെത്തേഡ് ഓഫ് യൂസ് സ്നോട്ടിംഗ്, ഇഞ്ചെക്ഷൻ. മൂക്കിലൂടെ നേരിട്ട് വലിച്ചെടുത്തും കുത്തിവെപ്പിലൂടെയുമാണ് ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എഫക്ട്സ് ബൈൻഡ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്. ഡിപ്രസൻറ്റ്, സ്ലോ ഡൗൺ ബോഡി ഫങ്ഷൻസ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലും കാണുന്ന റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യും.
ഡിപ്രഷന് കാരണമാകും. ഡിപ്രസൻ്റ് ആണ് ഒപ്പിയോയിഡ്സ്. ഓക്കെ, ബോഡി ഫങ്ഷൻസ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യും. സെക്കൻഡ് കാറ്റഗറി കനാബിനോയിഡ്സ്, പ്ലാന്റ് ഫ്രം ദ ഇൻഫ്ലോറസെൻസ് ഓഫ് കനാബിസ് സറ്റൈവ. കനാബിസ് സറ്റൈവ എന്ന പ്ലാന്റിൻ്റെ ഇൻഫ്ലോറസെൻസ്, ദാറ്റ് ഈസ് പൂങ്കുലയിൽ നിന്നാണ് കനാബിനോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ മരിജുവാന, ഹാഷിഷ്, ചരസ്, ഗാഞ്ച. Flower tops, leaves and the resin of cannabis plants are used in various combinations to produce this. Cannabis പ്ലാന്റിൻ്റെ ഫ്ലവർ, ലീവ്സ്, റെസിൻസ് എന്നിവ വ്യത്യസ്ത രീതിയിൽ മിക്സ് ചെയ്താണ് മെറിജുവാന, ഹാഷിഷ്, ചരസ്, ഗഞ്ച ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് യൂസ്? ഇൻഹലേഷൻ, ഓറൽ ഇഞ്ചക്ഷൻ. ഇൻഹേൽ ചെയ്തും വായിലൂടെയുമാണ് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എഫക്ട്സ് ബൈൻഡ് ടു കനാബിനോയിഡ് റിസെപ്റ്റേഴ്സ് ഇൻ ബ്രെയിൻ, എഫക്റ്റ് കാർഡിയോവാസ്കുലാർ സിസ്റ്റം. ബ്രെയിനിലുള്ള കനാബിനോയിഡ് റിസെപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യും, കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് ഗ്രൂപ്പ് കൊക്ക ആൽക്കലോയിഡ്സ്, പ്ലാന്റ് എരിത്രോസൈലം കോക്ക. എരിത്രോസൈലം കോക്ക എന്ന പ്ലാന്റിൽ നിന്നാണ് കൊക്ക ആൽക്കലോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ കൊക്കെയിൻ, അതർവൈസ് കോൾഡ് കോക്ക് ഓർ ക്രാക്ക്. മെത്തേഡ് ഓഫ് യൂസ് സ്നോട്ടിംഗ് വഴിയാണ്, മൂക്കിലൂടെയാണ് ഈ ഡ്രഗ്സ് വലിച്ചെടുക്കുന്നത്. And effects interferes with the transport of neurotransmitter dopamine. It acts on central nervous system, producing a sense of euphoria and increased energy. Excessive dosage of cocaine causes hallucination. Neurotransmitter ആയ ഡോപ്പമൈൻ്റെ ട്രാൻസ്പോർട്ടിനെ എഫക്റ്റ് ചെയ്യും. സോ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് ഡോപ്പമൈൻ. സോ ഡോപ്പമൈൻ്റെ മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്ത് യൂഫോറിയ എന്ന ഫീലിംഗ് പ്രൊഡ്യൂസ് ചെയ്യും. യൂഫോറിയ ആൻഡ് ഇൻക്രീസ്ഡ് എനർജി. യൂഫോറിയ എന്ന് പറഞ്ഞാൽ ഉന്മാദാവസ്ഥ. ഓക്കെ, പക്ഷേ ഈ ഡ്രഗ് എക്സസീവായി യൂസ് ചെയ്താൽ ഹാലുസിനേഷൻസ് വരും. ഹാലുസിനേഷൻ മലയാളത്തിൽ മിതഭ്രമം എന്ന് പറയും. ആൻഡ് ദെർ ആർ സം പ്ലാന്റ്സ് വിത്ത് ഹാലുസിനോജനിക് പ്രോപ്പർട്ടി. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, എരിത്രോസൈലം കോക്ക, ആൻഡ് അതർ വൺ എട്രോപ്പ ബെല്ലാഡോണ ആൻഡ് ഡെറ്റൂറ. സോ ദീസ് പ്ലാന്റ്സ് ഹാവ് ഹാലുസിനോജനിക് പ്രോപ്പർട്ടി. ആൻഡ് വാട്ട് ഈസ് അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ്? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഡ്രഗ് അഡിക്റ്റഡ്, ഡ്രഗ് അഡിക്ഷൻ എക്സെട്ര. വാട്ട് ഈസ് അഡിക്ഷൻ? ഇറ്റ് ഈസ് ദ സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻറ്റ് വിത്ത് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. ഡ്രഗ്സുമായോ ആൽക്കഹോളുമായോ ഒരാൾക്കുള്ള അറ്റാച്ച്മെൻ്റ് ആണ് അഡിക്ഷൻ. അയാൾക്കത് യൂസ് ചെയ്താൽ പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ഡിപ്പെൻഡൻസ്? ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ദ ബോഡി ടു മാനിഫെസ്റ്റ് എ വിഡ്രോവൽ സിൻഡ്രോം. If regular dose of drugs or alcohol is discontinued, this results in anxiety, shakiness, nausea and sweating. ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഏത് അവസ്ഥയാണ്? ഒരാൾ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഒരാൾ ഡ്രഗ് ഒരു ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താൽ അയാളുടെ ബോഡി വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുമ്പം ആൻസൈറ്റി, ഷേക്കിനസ്, നോസിയ ആൻഡ് സ്വെറ്റിംഗ് ഇതൊക്കെയാണ് വിഡ്രോവൽ സിംറ്റംസ്. ആ ഒരു സ്റ്റേറ്റാണ് ഡിപ്പെൻഡൻസ്. ഓക്കെ, ഹീ ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഡ്രഗ്. നെക്സ്റ്റ് ഈസ് സ്മോക്കിംഗ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്മോക്കിംഗ് ഈസ് ഹാംഫുൾ ടു അവർ ഹെൽത്ത്. ഇറ്റ് കോസസ് ഡിഫറെൻറ്റ് എഫക്ട്സ്. നിക്കോട്ടിൻ ഇൻ ടൊബാക്കോ ഇൻക്രീസസ് ബ്ലഡ് പ്രഷർ, ഹാർട്ട് ബീറ്റ് എക്സെട്ര. ടൊബാക്കോയിൽ കാണുന്ന ഹാംഫുൾ കെമിക്കലാണ് നിക്കോട്ടിൻ. നിക്കോട്ടിൻ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. ക്യാൻസർ ഓഫ് ലങ്സ്, ത്രോട്ട് എക്സെട്ര. ഒരാൾ കണ്ടിന്യൂസ്ലി സ്മോക്ക് ചെയ്താൽ ലങ്സിനും ത്രോട്ടിനും ക്യാൻസർ വരാം. ബ്രോൺകൈറ്റിസ്, എംഫിസീമ, കൊറോണറി ഹാർട്ട് ഡിസീസസ് ഇതൊക്കെയും സ്മോക്കിംഗ് കാരണം വരുന്ന ഡിസോർഡേഴ്സ് ആണ്. ഇൻക്രീസസ് കാർബൺ മോണോക്സൈഡ് കണ്ടന്റ് ഇൻ ബ്ലഡ് ആൻഡ് റെഡ്യൂസസ് ഓക്സി ഹീമോഗ്ലോബിൻ. ദിസ് കോസസ് ഓക്സിജൻ ഡെഫിഷ്യൻസി ഇൻ ദ ബോഡി. ബ്ലഡിൽ കാർബൺ മോണോക്സൈഡിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബ്ലഡിൽ കാർബൺ മോണോക്സൈഡ് ഇൻക്രീസ് ചെയ്യും. അത് കാരണം ഓക്സി ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷന് കുറയും. ഹീമോഗ്ലോബിന് നോർമലി ഓക്സിജനുമായാണ് ബൈൻഡ് ചെയ്യേണ്ടത്. പക്ഷെ ഒരാൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായി ബൈൻഡ് ചെയ്യും. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ കുറയും. ഇത് കാരണം സെല്ലിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി വരും.